നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നത് നമ്മുടെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലോട്ടാട്ടോ. അപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ മാവേലിക്കര വന്ന അച്ചാമ്മയുടെ അങ്ങ് വല്യമ്മയും അമ്മൂമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഏട്ടനും ഞാനും മാത്രമേ പോകുന്നുള്ളൂ, അമ്മയൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളൊരു കാറ് ബുക്ക് ചെയ്താൽ പോകുന്നത് കേട്ടോ, ഒരു ട്രാവലർ ബുക്ക് ചെയ്താൽ പോകുന്നത്. അപ്പം കായംകുളം കഴിഞ്ഞപ്പോഴത്തെ നല്ല ചായ കുടിക്കണമെന്ന് നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി എല്ലാവരും കൂടി കയറി ചായയും വടയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ യാത്രയാണ് കേട്ടോ. നമ്മുടെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പം ഏട്ടൻ്റെയൊക്കെ കുടുംബക്ഷേത്രമാണെന്ന് പറയാം കേട്ടോ ഞങ്ങളുടെ. അപ്പം ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ച് എല്ലാവരും പറഞ്ഞു വെച്ചിരുന്നു അമ്പലത്തിൽ പോകണം. അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം എല്ലാവരും കൂടി പോകണം കേട്ടോ. ചേട്ടന്മാരൊക്കെ പോയിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ നമ്മുടെ പേട്ട തുള്ളുന്നതൊക്കെ കണ്ട് നല്ലോണം കേട്ടോ. നമ്മുടെ എരിമേലി വഴിയാണ് പോയത്. എനിക്കിത് പത്തനംതിട്ട ഇടുക്കി ബോർഡർ ആ ഒരു ഇത് വരുമെന്ന് തോന്നി സ്ഥലം, അമ്പലത്തിൻ്റെ ഈ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ സ്ഥലം വരുമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം നമ്മൾ പത്തനംതിട്ട ആ വശത്തൂടെ നമ്മൾ പോയിരുന്നു. നല്ല ഭംഗി, നല്ല സ്ഥലങ്ങളും കേട്ടോ, കുന്നും ഒരാളും അനക്കും ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ. അതോ നല്ല രസമാണ്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഇവിടെ ആന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലം. അങ്ങനെ നേരെ നമ്മളൊരു എനിക്കൊന്ന് 6 മണി 6:15 ആയപ്പോൾ അവിടെ എത്തിയെന്ന് തോന്നിട്ട് അമ്പലത്തിൻ്റെ അടുത്ത്. അങ്ങനെ നേരെ അമ്പലത്തോട്ട് തൊഴാൻ വേണ്ടി കയറുവാണ് കേട്ടോ. അപ്പം അത് നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പട്ടും എണ്ണയെല്ലാം മേടിച്ച് നമ്മൾ അകത്തോട്ട് കയറുവാണ് കേട്ടോ. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ അകത്തൊന്നും ഫോണും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ക്യാമറയും ഫോണൊന്നും അകത്തോട്ടല്ല അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വെളിക്കുന്ന ഫോട്ടോസും വീഡിയോസും മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അകത്ത് ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തൊഴുതിട്ട് പിന്നെ അവിടുന്ന് ഇഡ്ഡലിയും കറിയൊക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങളൊരു 9:15 ആയപ്പോൾ തിരിച്ചിറങ്ങിയത്. അതോ റോഡ് സൈഡ് ഫുള്ളും പശുക്കളുടെ വെകളാണ്, അവിടെ കഴിച്ച് വിട്ടേക്കും കേട്ടോ. പക്ഷെ മൃഗത്തിന് നല്ല ശല്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വാവരുടെ പള്ളി ഉണ്ടല്ലോ, പള്ളിയൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടും. പേട്ട തുള്ളുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് കേട്ടോ. അതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ. പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു, അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.